ബുക്കൊന്നും എഴുതുന്നില്ല ഇപ്പം? എഴുതി, അതാരും publish ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. നമുക്ക് സിനിമ ആക്കിയാലോ? എടാ ഞാൻ ഭയങ്കര ബുദ്ധിയുള്ള കുട്ടിയാ. പിന്നെ 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 സീരിയസ്ലി എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കേ. ഫസ്റ്റ് ഡെബ്യൂ നീലാകാശമാണ്. അതെ അതെ, അതിൽ ഞാൻ ബുള്ളറ്റ് ഒക്കെ ഓടിച്ചു. അന്ന് എറണാകുളത്ത് എത്ര ഫാൻസ് ആയിരുന്നു, ഭയങ്കര. ദിസ് ഇസ് 2012. അതെ. അടുത്ത ക്വസ്റ്റ്യൻ. അത് അതിനെന്താ ചോദ്യം ഇരിക്കുന്നു? അല്ല, ഞാൻ എന്റെ നോളജ് ഒന്ന് റിഫ്രഷ് ചെയ്തതാ. കറക്റ്റ് അല്ല? ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്ത് ബുദ്ധിപരമായ എന്തെങ്കിലും ചോദിക്കുക, എനിക്കൊന്ന് പ്രൂവ് ചെയ്യാനുള്ള ടൈമാണ്. നിങ്ങളെ പോലെ ബുദ്ധിയുള്ളവർ വരുമ്പോഴേ എനിക്ക് അതൊക്കെ മനസ്സിലായി. അങ്ങനെ അങ്ങോട്ട്. ഓക്കെ, അൽത്താഫ് ആക്ടറാണ്. യു ആർ എൻ അമേസിംഗ് ആക്ടർ. ഓക്കെ, സ്ക്രീനിൽ അൽത്താഫിനെ കാണുമ്പോൾ തന്നെ നമുക്കൊരു എനർജിയാണ്, ഓ ഹി ഈസ് ഗോയിങ് ടു ഡു സംതിങ് റിയലി ഫണി ഓർ സംതിങ് ക്രേസി, ബിക്കോസ് യു ഹാവ് ദറ്റ് അൺപ്രഡിക്റ്റബിലിറ്റി. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ആസ് എൻ ആക്ടർ. ഇദ്ദേഹം അതാണ് സ്ഥിരം ചെയ്യുന്നത്. അങ്ങനെയല്ല, അൽത്താഫ് ഓരോ റോളിൽ വരുമ്പോഴും വി നോ യു ആർ ഗോയിങ് ടു ബ്രിങ് എന്തെങ്കിലും ഒരു ഡിഫറെൻ്റ് ആയിട്ടൊരു എലമെൻറ്റ് കൊണ്ടുവരും നമുക്കറിയാം. സോ വെൻ യു ബിക്കം എ ഡയറക്ടർ, what is the difference ആക്ടിങ് ആൻഡ് ഡയറക്ടിങ്? ഇത് രണ്ടും വേറെ വേറെ സാധനങ്ങളാണ്. ആക്ടർ ഒരു പരിധി വരെ റിലാക്സ്ഡ് ആണ്, പക്ഷെ ഡയറക്ടർ എന്ന് വെച്ചാൽ ശരിക്കും ഭയങ്കര റെസ്പോൺസിബിലിറ്റി ആണ്. ഫുൾ ക്രൂ, യു ആർ ദ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ്. അപ്പോൾ how do you handle both? എന്താണ് വ്യത്യാസം? റെസ്പോൺസിബിലിറ്റി കുറച്ചധികം കൂടുതലാണ്. അതെ, പിന്നെ വേറൊരാൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് വെച്ചിട്ടാണ് നമ്മൾ കളിക്കുന്നത്, അപ്പോൾ അത് മനസ്സിലെപ്പോഴും ഇടണം. പിന്നെ പടം കൊമേഴ്ഷ്യലി അയാൾക്ക് ആദ്യം, എനിക്ക് ഏറ്റവും ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് ഒരു രൂപ തിരിച്ച് ലാഭം കിട്ടണം. ബാക്കി എൻ്റെ അടുത്ത പടമോ അല്ലെങ്കിൽ ബാക്കിയുള്ളവർ ഇതൊന്നുമല്ല. അത്